ലാലേട്ടനെ ഇഷ്ടപ്പെട്ടോ? ലാലേട്ടനോട് ഒരു കുഞ്ഞു സംഭവം ഉണ്ടായിരുന്നല്ലോ. മുട്ടത്തല ഇഷ്ടപ്പെട്ടു. മുട്ടത്തല ഇഷ്ടപ്പെട്ടോ? ലാലേട്ടന്റെ താടിയൊക്കെ എങ്ങനെയുണ്ട്? താടി അത്രയ്ക്കൊന്നും കൊള്ളൂല. താടി അത്രയ്ക്ക് കൊള്ളൂല. ലാലേട്ടന് താടി വേണ്ടെന്നാണ് പറയുന്നത്. താടി വേണ്ട. താടി ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. മുട്ടത്തലയിൽ താടി ഇല്ലെങ്കിൽ അല്ല, മുടി വേണം. മുടി വേണം, താടി വേണ്ട അല്ലേ? അതായിരുന്നു മോനെ. അങ്ങനെ തന്നെ ഒരു ലാലേട്ടൻ്റെ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതിന് ഇഷ്ടപ്പെട്ടു. അതിന് ലാസ്റ്റ് തീ കത്തിപ്പോണത്, പിന്നെ മിനിങ്ങി ലാസ്റ്റ് പറന്നു പോണതൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ സിനിമ വന്നാൽ ലാലേട്ട് ഇതുപോലെ സിനിമ ഇറക്കിയാൽ കാണുമോ? മണിക്കാറ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. മണിക്കാറൊക്കെ കണ്ടോ? മൂവി കുഴപ്പമില്ല. കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി രസിക്കുന്നതെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ആണോ? അല്ല, കുട്ടികൾക്ക് കുറച്ചുകൂടി രസിക്കുന്നതെന്ന് തോന്നുന്നു. മുതിർന്നവർ കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് വരുന്നുണ്ട്. നെഗറ്റീവ് വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. അങ്ങനെ പൊതുവെ എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ സിനിമ മനഃപൂർവ്വം ആൾക്കാർ എന്തോ നെഗറ്റീവ് റിവ്യൂ എഴുതുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് പണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഫെയറി ടെയിൽസ് ഇല്ലേ, എന്താണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെ, അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. പാരൻസിന് ഇല്ല, ഇത് ആക്ച്വലി കുട്ടികളെ ആണല്ലോ, കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ അവർക്കും എൻജോയ്മെൻറ്റ് തോന്നും. നമ്മൾ എങ്ങനെയാണ് ഫെയറി ടെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലൊരു അനുഭവം. കൊള്ളായിരുന്നു മൊത്തത്തിൽ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. യെസ്, പൊളിയാണ്, അടിപൊളി പടം. പിന്നെ കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല സിനിമയായിരുന്നു. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? നല്ല ലാലേട്ടന്റെ കൂടെ ഒരു കുഞ്ഞ് ആളും കൂടെ ഉണ്ടായിരുന്നു. രണ്ട് ക്യാരക്ടേഴ്സും നല്ല ഭംഗിയായിരുന്നു. ഇസബെല്ലയും. ഇതുപോലത്തെ ഇനിയും നല്ല ഫിലിമുകൾ വരണമെന്നാണ്. ഇനിയും വരും.